ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രൂട്ട് സലാഡയുടെ റെസിപ്പി കാണിക്കാനാണ് കേട്ടോ. കസ്റ്റാർഡ് വെച്ചിട്ടാണ് ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വാനില ഫ്ലേവറാണ് കേട്ടോ. അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൂട്ട്സ്, ഐസ്ക്രീമൊക്കെയാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നമ്മുടെ ഈ ഒരു വേനലിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഓക്കെ, ദെൻ ഇതിൽ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഈ പാലിൽ നിന്നും കുറച്ച് മാറ്റി വെക്കണം. അത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ചൂടുള്ള പാലിലോട്ട് ഒരിക്കലും പൗഡർ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അത് കട്ടിയായിട്ട് പോകും. അതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം, സെപ്പറേറ്റ് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൈ സ്റ്റോപ്പ് ചെയ്യാതെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതിരിക്കാനാണ്. പിന്നെ ഇതിൽ ബദാമിൻ്റെ എസൻസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അത് പിന്നെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടോ. ഇനി ഇവിടെ ഞാൻ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് അനാറ്, ആപ്പിള്, മുന്തിരി, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര സിറപ്പും കൂടി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടാനാണ്. പിന്നെ ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്